ഭൂതത്താൻകിട്ട് വടാട്ടുപാറ പ്രധാന റോഡിലെ തകർന്ന കലുങ്കിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 8 ലക്ഷം രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ MLA അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. ഗതാഗതം ചക്കിമേട് വഴി തിരിച്ചുവിടും. ഭൂതത്താൻകെട്ട് വടാട്ടുപാറ പ്രധാന റോഡിലെ ഇടത്തട്ടപ്പടി ഭാഗത്തെ കലുങ്കാണ് അപകടത്തിലായിരിക്കുന്നത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥ വന്നതോടെ കലുങ്ക് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി വടാട്ടുപാറ നിവാസികൾ രംഗത്ത് വന്നിരുന്നു. സർവീസ് ബസ്സുകളും സ്കൂൾ വാഹനങ്ങളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാതയിലെ കലുങ്ക് തകർന്നാൽ വടാട്ടുപാറ ഒറ്റപ്പെടുമെന്ന സ്ഥിതിയാണുള്ളത്. ഇതേ തുടർന്നാണ് ആന്റണി ജോൺ MLA PWD ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടിയത്. സ്ഥലം പരിശോധിച്ച ഉദ്യോഗസ്ഥർ 8 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. തുക അനുവദിച്ചതായും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച തന്നെ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. നമുക്കറിയാൻ കാണുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായ അപകട സ്ഥിതിയിലാണ്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ PWD ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉൾപ്പെടെയുള്ള PWD എഞ്ചിനീയേഴ്സ് സംഘം ഇവിടെ എത്തുകയും വിശദമായിട്ടുള്ള എസ്റ്റിമേറ്റ് അന്ന് തയ്യാറാക്കി സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അടിയന്തരമായി ഈ കലുങ്ക് പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ചക്കിമേട് വഴിയാകും വടാട്ടുപാറയിലേക്കുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുക. ഇതുമൂലം വടാട്ടുപാറ നിവാസികൾക്ക് കൂടുതൽ ദൂരം താണ്ടേണ്ടി വരും. സമയനഷ്ടവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിവതും വേഗം കലുങ്കിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച തന്നെ ആരംഭിച്ച് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തന്നെ ഇത് പൂർത്തീകരിക്കും. നമുക്കറിയാം ഇവിടെ വടാട്ടുപാറയിലേക്ക് കടന്നു വരുന്ന പ്രധാന വഴിയാണ്. അപ്പോൾ നിത്യേന 100 കണക്കിന് വാഹനങ്ങൾ സ്കൂൾ കുട്ടികളടക്കമുള്ള സർവീസ് നടത്തുന്ന ബസ്സുകൾ ഉൾപ്പെടെ നിത്യേന 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന വഴി എന്നുള്ള നിലയിൽ ഒട്ടും കാലതാമസം കൂടാതെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. KCB ന്യൂസ് വടാട്ടുപാറ.